അപ്പം ഇങ്ങനെ മനസ്സിൽ പറയാം, ജാനകി മകളാണെന്ന സത്യം തമ്പി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അയാൾക്കുള്ള ശിക്ഷ തുടങ്ങിക്കഴിഞ്ഞു എന്ന്. തമ്പി ഇക്കാര്യങ്ങളൊക്കെ സേനോട് പറയാണ്. സേനൻ ചോദിക്കും, തമ്പിയെ രാധാമണി തിരിച്ചറിഞ്ഞോ എന്ന്. അപ്പോൾ തമ്പി പറയും, തിരിച്ചറിയാതെ ജാനകിയുടെ അടുത്ത് ഓടിപ്പോവോ. തമ്പി സേനോട് പറയും, പഴയ CIയെ കയ്യിലെടുക്കാൻ നോക്ക്, കാശൊക്കെ എത്ര വേണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറയും. അയാൾ മൊഴി മാറ്റി പറഞ്ഞാൽ നമ്മൾ കേസ് ജയിക്കൂ, എൻ്റെ സർവ്വസമ്പാദ്യം വേണമെങ്കിൽ ഞാൻ അതിന് കൊടുക്കാമെന്നൊക്കെ പറയും. സേനം പറയും, ഇതെൻ്റെ കൂടി ആവശ്യമാണ്, പ്രതിസ്ഥാനത്ത് ഞാനും കൂടി വരുന്ന കേസാണ് ഇതെന്ന് പറയും. നടരാജനെ വിളിച്ച് സംസാരിക്കുക, എത്ര പണം വരെ കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ തമ്പി പറയും, താൻ അതൊന്നും പറയണ്ട, അയാൾ പറയട്ടെ അയാളുടെ വില, അയാളോട് ക്ലബ്ബിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പറയും. അബി ഈ കാര്യങ്ങളൊക്കെ സക്കീർ ഹുസൈനോട് പറയാണ്. അമ്മേനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റണം, പൂന്താനമ്മനയിൽ പോയിട്ട് സക്കീർ ഭായി ഒന്ന് ചോദിക്കണം എന്നൊക്കെ പറയും. തിരുമുൽപ്പാട് സംബന്ധിച്ച നാളെ തന്നെ അമ്മയെ അവിടെ എത്തിക്കണം. സക്കീർ ഹുസൈൻ പറയും, ഞാൻ ഏതായാലും പോയി നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയും. കാറിൽ കയറാൻ പോകുന്ന അബിയെ പിറകുന്ന് വിളിക്കുകയാണ് നകുലൻ. എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് നകുലൻ ചോദിക്കുമ്പോൾ അബി പറയും, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയും. നകുലൻ ഇങ്ങനെ ഒരു സാഹിത്യ ഭാഷയിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അബിയോട് പറയും, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അബി പറയും, ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, ഒന്നാമത് വൈഫ് വീട്ടിലില്ല എന്ന് പറയും. വൈഫും മകളും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അബി പറയും, അവരിപ്പോൾ തൃശ്ശൂരാന്ന് പറയും. അപ്പോൾ നകുലൻ പറയും, എൻ്റെ സ്ഥലം അവിടെ അല്ലേ, എനിക്ക് അവിടെ വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് അബിക്ക് കൊടുക്കും. അബിക്ക് ചെറിയ സംശയം തോന്നും. അബി ഇങ്ങനെ വായിക്കും, നകുലൻ പടവീടൻ, ഇവൻ എൻ്റെ പിന്നാലെയാണല്ലോ, ഇനി ഒരിക്കൽ കൂടി അവൻ എൻ്റെ മുന്നിൽ വന്നാൽ ഉറപ്പിക്കാം അവൻ എൻ്റെ പിന്നാലെ വന്നതാണെന്ന്. ക്ലബ്ബിൽ വന്നിട്ട് സേനനും തമ്പിയും നടരാജനെ വെയിറ്റ് ചെയ്യാണ്. വന്നില്ലല്ലോ എന്നൊക്കെ തമ്പി പറയുമ്പോൾ സേനൻ പറയും, ഇപ്പോൾ വരും, അയാൾക്ക് വാക്കൊന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ തമ്പി പറയും, വാക്കൊന്നേ ഉള്ളെങ്കിൽ അത് അയാൾ ഉണ്ണിത്താൻ്റെ മകൾക്ക് കൊടുത്തില്ലേ, പിന്നെ എന്തിനാടോ സേന താൻ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. സേനൻ ചോദിക്കും, തമ്പിക്ക് ഇതെന്ത് പറ്റി, പഴയ വീര്യമൊക്കെ പോയല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞ് നടരാജൻ അങ്ങോട്ട് വരികയാണ്. തമ്പി വേഗം സ്വീകരിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് ചോദിക്കും, ഏതാ ബ്രാൻഡ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നടരാജൻ പറയും, ഞാൻ രാവിലെ കഴിക്കാറില്ല, വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ, ഇപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയും. സേനൻ കാണാൻ വിളിച്ച കാര്യം പറ, അല്പം തിരക്കുണ്ട്. തമ്പി പറയും, വളച്ചേട്ടാതെ പറയാം, നടരാജൻ സാറ് എന്നെ ഉപദ്രവിക്കരുത്, സാറിൻ്റെ ഒറ്റ മൊഴിയിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് പറയും. നടരാജൻ ചോദിക്കും, എടോ തമ്പി, ഒരു പെണ്ണിൻ്റെ മാനം കവർന്നിട്ട് തനിക്ക് ഇനിയും ജീവിക്കണമല്ലേ, അന്നാ പാവം പിതാവ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഞാൻ ലോകകപ്പിലിട്ട് ചവിട്ടി കൂട്ടിയനെ, എനിക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാൻ 1 മണിക്കൂർ മതി, താനൊരു 10 കൊല്ലം ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരിക്കും ആ ശിക്ഷ. സേനൻ പറയും, സാർ പ്ലീസ്, എൻ്റെ തൊപ്പി പോകും സാറേ എന്ന് പറയും. ഈ കേസ് ഒതുക്കിയത് മാത്രമല്ല, താനും ഇയാളുടെ ഗുണ്ടകളും ചേർന്നിട്ട് മാധവവാരിയെ ഭീഷണിപ്പെടുത്തി, അതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ താൻ വിചാരിച്ചത്, താനും കൊടുങ്ങടോ. പണം തരാമെന്ന് പറയുമ്പോൾ നടരാജൻ പറയും, ഇവിടുത്തെ പോലീസുകാർ പറയുന്നത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ജോലി ഉപയോഗിച്ച് വിദേശത്ത് പോയത്, ഒരു പാവം പെൺകുട്ടിയുടെ മാനം വിറ്റത് ഞാൻ തിന്നണോ, എന്നിട്ട് നിൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് ഞാൻ വരണോ, എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, 2 വാക്ക് നിന്നോടൊക്കെ പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത്, കാലം കണക്ക് വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാടാ തമ്പി, വന്നിരിക്കുന്നത് മാധവവാരിയുടെ പിൻഗാമിയാണ്, ഞാൻ കോടതി വന്നിരിക്കും, പറയാനുള്ളത് പറഞ്ഞിരിക്കും, തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യ്, നടരാജന് വിലയിട്ടാൻ വന്നിരിക്കുന്നു. ഇതും പറഞ്ഞ് നടരാജൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നിരഞ്ജന ഉണ്ണിത്താനോട് ജാനകി വിളിച്ച കാര്യവും തമ്പി രാധാമണിയെ കണ്ട കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ണിത്താൻ പറയും, തമ്പി കാണണം, തമ്പി അതറിയണം, ശത്രുവിൻ്റെ മനോവീര്യം തകർത്തുകൊണ്ട് ആക്രമിക്കുന്നൊരു രീതിയുണ്ടല്ലോ, അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. ജാനകി മകളാണെന്ന കാര്യം മേരിയമ്മ പറഞ്ഞെന്നു നിരഞ്ജന പറയുമ്പോൾ തമ്പി ശരിക്കും കുഴി വീടുമെന്ന് തന്നെ പറയാം. ജാനകി ആരാണെന്നുള്ള അറിവ് തമ്പിയെ ശരിക്കും ഞെട്ടിച്ച് കാണും. നിരഞ്ജന പറയും, ഇത് അച്ഛൻ്റെ മനസ്സിൽ തന്നെ വെക്കണം, ക്ലബിലൊക്കെ വെച്ച് കാണുമ്പോൾ അച്ഛനെ ഇതൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്നു പറയും. ഉണ്ണിത്താൻ പറയും, ഞാനത് പറയില്ല, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എളുപ്പമാവുമെന്ന് പറയും. ആരും അറിഞ്ഞില്ലെന്നൊരു പേടി അയാളുടെ ഉള്ളിലുണ്ടാവണം, ആ പേടിയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. നടരാജൻ നിരഞ്ജനെ ഫോൺ വിളിച്ച് ഇന്ന് ക്ലബിലുണ്ടായ കാര്യത്തെപ്പറ്റി സംസാരിക്കും. നടരാജൻ്റെ മോള് ആരാന്ന് ചോദിക്കുമ്പോൾ അന്നിവിടെ വന്നില്ലായിരുന്നോ ഒരു വക്കീൽ, ആ വക്കീലാണെന്ന് പറയും. മകള് പറയും, അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെ ഓർത്തിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്, സർവീസിലുള്ളപ്പോൾ പോലും വഴിവിട്ടൊന്നും ചെയ്യുന്ന ആളായിരുന്നില്ല, പിന്നെ ഇപ്പോൾ എന്ന് പറയും. ബന്ധുക്കൾ തമ്മിലുള്ള കേസാ, അന്നാ പാവങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഇപ്പോഴെങ്കിലേ ചെയ്തു കൊടുക്കണം. മകൾ പറയും, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും ഇതുപോലെ എന്തോ ഒരു കേസിൽ കുടുങ്ങിയിരിക്കുക, കേസിൽ കുടുങ്ങിയ ജന്മം തീർന്നു എന്ന് പറഞ്ഞ് അവളങ്ങ് പോകും. തമ്പി ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് വസുന്ധര വയ്ക്കും, വിശ്വേട്ടനെപ്പോൾ വന്നു എന്ന് വയ്ക്കും. അപ്പോൾ തമ്പി പറയും, ഞാൻ വന്നിട്ട് 10-50 വർഷമായി എന്ന് പറയും. വസുന്ധര വയ്ക്കും, ഈ മനുഷ്യന് ഇത് എന്തിൻ്റെ കേടാ, ഇങ്ങനെ അല്ലല്ലോ ഇവിടുന്ന് പോയതെന്ന് പറയും. വസുന്ധര പറയും, എന്താ കാര്യം എന്ന് പറ, എന്നാലല്ലേ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ
നീ വിചാരിച്ചാലൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒന്ന് കയറിപ്പോന്ന് പറഞ്ഞിട്ട് തമ്പി വസുന്ധര അവിടുന്ന് ഓടിക്കുകയാണ്. തമ്പി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് തമ്പി പറയും, തമ്പിക്ക് 2 പെൺമക്കളോ എന്ന്. അമ്മയെ കണ്ടെത്തുന്നു വെല്ലുവിളിച്ച് പറഞ്ഞു പോയവള് അമ്മയെ കണ്ടെത്തി. കൂട്ടത്തിൽ തന്ത ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ അവളുടെ തന്തയാണെന്നും തെളിയിച്ചു.